പഴയ നിയമകാലത്ത് ഒരു മനുഷ്യനെ കൊല്ലാൻ, കുറ്റവാളിയെ കൊല്ലാൻ 4 വിധ രീതികൾ സ്വീകരിച്ചിരുന്നു. ഒരു കൊടും പാപിയെ, ഒരു ക്രിമിനലിനെ ക്യാപിറ്റൽ പണിഷ്മെന്റ് നൽകുക, വധശിക്ഷയ്ക്ക് വിധേയമാക്കുക. 4 രൂപങ്ങളാണ് വധശിക്ഷയ്ക്ക്. എന്തൊക്കെയാണത്? അതിൽ 3 കാര്യവും ബൈബിളിലുണ്ട്, ചിലത് യഹൂദ പാരമ്പര്യങ്ങളിലുണ്ട്. ഒന്നാമതായി, കുറ്റം ചെയ്ത മനുഷ്യന്റെ കുറ്റം എല്ലാത്തരം സംശയങ്ങൾക്കും അതീതമായി തെളിയിക്കപ്പെട്ടാൽ അയാളെ കല്ലെറിഞ്ഞുകൊല്ല. കല്ലേറ് അഥവാ സ്റ്റോണിങ്, ഇതാണൊരു ശിക്ഷണ രീതി. രണ്ടാമത്തെ ശിക്ഷണ രീതി, കുറ്റവാളിയുടെ കഴുത്തറുത്തുകൊല്ല, ബിഹെഡിങ് അല്ലെങ്കിൽ സോഡിങ് എന്ന് പറയാം. മൂന്നാമത്തെ ശിക്ഷണ രീതി, ആളിനെ തൂക്കിലെറ്റുക, ഹാങ്ങിങ് അഥവാ തൂക്കിലേറ്റം. ഹമാനെ തൂക്കിലെറ്റിയ സംഭവമുണ്ട്, ആഖാനെ കല്ലെറിഞ്ഞ സംഭവമുണ്ട്, വാളിന്റെ വായ്ത്തലയ്ക്ക് സമാഗമന കൂടാരത്തിൽ പ്രാണരക്ഷാർത്ഥം ഓടിക്കൈ അവരുടെ തല പോലും ഛേദിച്ചു കളഞ്ഞ സംഭവങ്ങളുണ്ട്. ഇനി ഒരു ശിക്ഷണ രീതി, കുറ്റവാളിയെ ഞെരുക്കിക്കൊല്ലുക എന്നതാണ്. ഞെരുക്കിക്കൊല ഒരാകസ്മിക ശിക്ഷയാണ്. എന്ന് വച്ചാൽ ദണ്ഡന ഉപകരണങ്ങളൊന്നും ന്യായാധിപതിക്ക് മുമ്പിലില്ല എന്ന് വന്നാൽ, കല്ലെറിഞ്ഞ് കൊലപ്പെടുത്താൻ ശേഷിയുള്ള ആളുകളില്ല എന്ന് വന്നാൽ, സൈനികർക്ക് കുറ്റവാളിയുടെ കഴുത്ത് ഞെരിച്ചു കൊല്ലാം, സ്ട്രാംഗ്ലിംഗ് എന്ന് പറയും. 4 വിധ ശിക്ഷണ രീതി. അവിടെ എങ്ങും നിങ്ങൾക്ക് ക്രൂസിഫിക്ഷൻ അല്ലെങ്കിൽ ക്രോസ് ഈ പദങ്ങൾ കാണാനാവില്ല. പിന്നെ എങ്ങനെ യഹൂദന്മാരുടെ കോടതിയിൽ യേശുവിനെ വിചാരണ ചെയ്യും വേളയിൽ ഈ ശബ്ദമുയർന്നു, അവനെ ക്രൂശിക്കുക? എവിടുന്ന് കിട്ടി ഇവർക്ക് ഈ ആശയം? എന്തുകൊണ്ടാണ് ഇവർ പറയുന്നത് ക്രൂശിക്കുക? ആ ഒറ്റ വാക്കിൽ തന്നെ ശിക്ഷ റദ്ദ് ചെയ്യാം. അതിന് കാരണമുണ്ട്. ഒരു വക്കീല് ഒരു കൊടും കുറ്റവാളിയെ വിചാരണ ചെയ്യുന്നു. അഫ്സൽ ഗുരുവിനെ പോലൊരുവനെ ഒരു കോടതിക്കുള്ളിലിട്ട് പ്രോസിക്യൂഷൻ വിചാരണയ്ക്കും വിശകലനത്തിനും വിധേയമാക്കുന്നു. അദ്ദേഹത്തിന് ഒന്നേ അവകാശപ്പെടാൻ പറ്റൂ, തൂക്കിലേറ്റുക. കാരണം ഇന്ത്യൻ ശിക്ഷാ നിയമം അങ്ങനെയാണ്. 1860 രൂപീകൃതമായ ഇന്ത്യൻ ശിക്ഷാ നിയമം അത് ബ്രിട്ടീഷുകാരുടെ കാലത്തെയാണ്. മെക്കോളെ പ്രഭുവിന്റെ കാലത്ത് രൂപപ്പെട്ടതാണ്. ആ നിയമം കുറെയൊക്കെ പരിഷ്കരിക്കുന്നുണ്ട്. ആ നിയമത്തിൽ തൂക്കിലേറ്റാനേ പ്രമാണമുള്ളൂ. അതുമെല്ലാം തൂക്കിലേറ്റാനാവില്ല. റയറസ്റ്റ് ഓഫ് റയർ, അപൂർവങ്ങളിൽ അപൂർവമെന്ന് കോടതിക്ക് തോന്നണം. നമുക്കൊരു നിയമപണ്ഡിതനോട് ചോദിക്കാം, സാർ എന്താണ് ഈ അപൂർവങ്ങളിൽ അപൂർവം? അങ്ങനെയൊന്നും ഇല്ലെന്നുള്ളതാണ് സത്യം. നിയമപുസ്തകങ്ങളിലൊന്നും അപൂർവങ്ങളിൽ അപൂർവം ഒരിക്കലും നിർവചിച്ചിട്ടില്ല. പിന്നെ എങ്ങനെ? മജിസ്ട്രേറ്റിന്റെ, ജഡ്ജിയുടെ മാനസികാവസ്ഥ, അദ്ദേഹത്തിന്റെ ഈ കുറ്റത്തോടുള്ള സമീപനം, കുറ്റവാളിയുടെ ജീവിത പശ്ചാത്തലം, ഇവയൊക്കെ പരിശോധിച്ച് അദ്ദേഹത്തിന്റെ വിവേചനാധികാരമാണ് ഇദ്ദേഹത്തെ വധശിക്ഷയ്ക്ക് വിധേയമാക്കണോ? ഒരിക്കലും പരിഷ്കൃത സമൂഹങ്ങൾ വധശിക്ഷ എല്ലാ കാര്യത്തിലും ചെയ്യില്ല. ഒട്ടധികം ആലോചിച്ച് മാത്രമേ വധശിക്ഷ നടപ്പിലാക്കൂ. കാരണം ഇതൊരുത്തൻ്റെ പ്രാണന് ഇല്ലായ്മ ചെയ്യുന്ന ഒരു ശിക്ഷയാണ്. ഈ വിധി പുറപ്പെടുവിക്കുന്ന ജഡ്ജിയുടെ സ്വകാര്യ ജീവിതത്തിൽ അദ്ദേഹത്തെ താൻ പുറപ്പെടുവിച്ച വിധി കൊണ്ടൊരു പ്രാണൻ നഷ്ടമായല്ലോ എന്ന ചിന്ത വേട്ടയാടിക്കൊണ്ടിരിക്കും. അതൊക്കെ മുൻനിർത്തിയാണ് ജഡ്ജിയുടെ വിവേചനാധികാരമാണ്. അതുകൊണ്ടാണ് പത്രത്തിലൊക്കെ നമ്മൾ ചില കൊടും ക്രൂരതകൾ കണ്ടിട്ട് എന്തുകൊണ്ട് ഇയാൾക്ക് ജീവപര്യന്തമായി കുറച്ചു, വധശിക്ഷ കൊടുക്കണം എന്ന് പറയില്ലേ? കോടതി വികാരങ്ങൾക്ക് അടിമപ്പെടൂല. പത്രം വായിച്ചിട്ട് നീതി നടപ്പിലാക്കൂല. അതിന് നിയതമായ സംവിധാനങ്ങളുണ്ട്, അതിന് ശാശ്വതമായ രീതികളുണ്ട്, അതിന് കീഴ്വഴക്കങ്ങളുണ്ട്, അതിന് നിയമങ്ങളുണ്ട്. ഇതിനെയെല്ലാം മുൻനിർത്തിക്കൊണ്ടേ ഒരു ശിക്ഷ വരൂ. പക്ഷേ അധികാരമുള്ള ഒരു കോടതിയുടെ മുമ്പിൽ കുറ്റവാളി കുറ്റം ചെയ്തു എന്ന് ഉറപ്പായി തെളിയിക്കപ്പെട്ടിട്ട് അത് അപൂർവങ്ങളിൽ അപൂർവമെന്ന് ജഡ്ജിക്ക് ബോധ്യപ്പെട്ടാൽ
വക്കീൽ പറയാ ഇയാൾക്ക് വധശിക്ഷ കൊടുക്കണം. സംഭവിക്കും. അങ്ങനെ ചിലത് നമ്മുടെ രാജ്യത്ത് കൺമുമ്പിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. പക്ഷേ അധികാരമില്ലാത്തൊരു കോടതിയോട് ഇങ്ങനെ വാദിച്ചാൽ ശിക്ഷ നടപ്പിലാക്കാൻ പറ്റുമോ? ഞാനതിന് നിങ്ങളോടൊരു ഉദാഹരണം പറയാം. നമ്മുടെ രാജ്യത്ത് കളക്ടർ എന്നൊരു തസ്തികയുണ്ട്. ബ്രിട്ടീഷ് കൊളോണിയലിസത്തിൻ്റെ അവർ പോയപ്പോൾ ഇട്ടിട്ട് പോയ ഒരവശിഷ്ടമാണ് വാസ്തവത്തിൽ ഈ കളക്ടർ. ഒരു മത്സര പരീക്ഷയുടെ അടിസ്ഥാനത്തിൽ ജയിച്ചു വരുന്ന ഒരാളാണ്. തെറ്റിദ്ധരിക്കരുത്. ഞാൻ ഈ ബ്യൂറോക്രസിയുടെ തെറ്റായ നിലപാടുകളോട് ബ്രിട്ടീഷ് കൊളോണിയലിസത്തിൻ്റെ ബാക്കി പത്രമായി ഒഴിവാക്കേണ്ട ഒത്തിരി തസ്തിക ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. ജനാധിപത്യ രാജ്യത്തിൽ എനിക്കങ്ങനെ വിശ്വസിച്ചുകൂടെ. ഞാൻ വിശ്വസിച്ചിട്ട് പ്രത്യേകിച്ച് നേട്ടമൊന്നുമില്ല. പക്ഷേ ഇവരൊരു മത്സര പരീക്ഷയുടെ അടിസ്ഥാനത്തിൽ ജയിച്ചു വരുന്ന മിടുക്കന്മാരാണ്, സമ്മതിച്ചു. അതിൽ തന്നെ ഒരു മിടുമിടുക്കൻ അടുത്ത കാലത്ത് അദ്ദേഹത്തിൻ്റെ പെൺ സുഹൃത്തുമായി മാസ്കറ്റ് ഹോട്ടലിൽ കയറി ശരിക്കും മദ്യപിച്ചു. രാത്രി വണ്ടി ഓടിച്ചു പോയി. എന്തെല്ലാം പൊടുക്ക ഒരു മനുഷ്യൻ മരിച്ചു വീണു. മനസ്സിലായോ? ഒരു മനുഷ്യൻ മരിച്ചു. അപ്പോൾ ഒരു മാധ്യമപ്രവർത്തകൻ നടന്നു വരുന്ന വഴി കേള ഇടിച്ചു. ആൾ മരിച്ചു. വലിയ പ്രശ്നമായി. ഒടുക്കം അദ്ദേഹത്തിൻ്റെ സ്വാധീനവും മറ്റു പല ഘടകങ്ങൾ കൊണ്ട് ഒരു റിപ്പോർട്ട് പുറത്തു വന്നു. ഇദ്ദേഹത്തിന് ഓർമ്മക്കുറവുണ്ടെന്ന്. ഇപ്പോൾ ഓർമ്മക്കുറവുള്ള ആളാണ്. കുറേ നാൾ ആലപ്പുഴ ജില്ല ഭരിച്ചേ. മനസ്സിലായി? നല്ല ഓർമ്മക്കുറവ്. ഞാനന്ന് ഫേസ്ബുക്കിലൊരു പോസ്റ്റ് ഇട്ടു, താങ്കൾ കളക്ടറായി നിയമിതനായ വിവരം ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ച് ഒരു പോസ്റ്റ് ഇട്ടു. ജനാധിപത്യ രാജ്യത്ത് നമുക്ക് അങ്ങനെയൊക്കെയല്ലേ പ്രതിഷേധിക്കാൻ ഒക്കൂ. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇങ്ങനെ രേഖാധിപതി ഒന്നുമില്ലെങ്കിൽ ഈ രാജ്യം പൊക്കോളൂ. അതാ കാര്യം. ലോകത്തിന് വന്ന മാറ്റം നമ്മുടെ സമൂഹം അറിയുന്നില്ല. അതൊരു പ്രശ്നം. എന്തിനാണ് ഇത്രയും തസ്തികകൾ? എനിക്കും ഇതിനെയും പിടിയിട്ടിട്ടില്ല. നമ്മളെല്ലാം ഇങ്ങനെ നീതി അടച്ചടച്ച് ഇത്തരം കുറേ ഏകാധിപതികളെ തീറ്റിപ്പോറ്റുന്നു. ഏതായാലും പോട്ടെ. അപ്പോൾ ഈ കളക്ടർ മജിസ്ട്രേറ്റ് കൂടിയാണ്, ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് കളക്ടർ അടുത്തൊരു പരാതി കൊണ്ടുവന്നിട്ട് പറയാം, ഇയാളെ തൂക്കിലേറ്റാൻ പറഞ്ഞാൽ പുള്ളിക്ക് പറ്റുമോ? പറ്റില്ല. അദ്ദേഹത്തിൻ്റെ ജൂറിസ്ഡിക്ഷനിൽ ഈ സംഭവം ഇല്ല. ഇത്തരം ക്രിമിനൽ കേസുകൾ എടുക്കില്ല. ഈ രാജ്യത്തൊരുവന് വധശിക്ഷ വിധിക്കാൻ അധികാരമുള്ള ഒറ്റ കോടതിയുള്ളൂ, വധശിക്ഷ വിധിക്കാൻ. സെഷൻസ് കോടതി എന്നതിന് പറയുക. ജില്ലയിലെ സിവിൽ കോടതിക്ക് തത്തുല്യമായ ക്രിമിനൽ കോടതിയുടെ പേരാണ് സെഷൻസ് കോടതി. അവിടെ മാത്രമേ ഈ വിധി പുറപ്പെടുവിക്കാൻ പറ്റൂ. ആ വിധി പരിശോധിക്കാം മേൽക്കോടതികൾക്ക്. ഒടുക്കം സുപ്രീം കോടതിയിൽ നിന്ന് പോലും താഴേക്ക് വിടും. കാരണം ഇത് സെഷൻസ് കോടതിയുടെ ജൂറിസ്ഡിക്ഷനിൽ പറ്റ കാര്യമായത്. ഞാൻ ഇത്രയും വളഞ്ഞ് എന്തിനാണ് വന്നതെന്നറിയണ്ടേ? യേശുവിൻ്റെ കാലഘട്ടത്തിൽ ഒരു മതകോടതി നിലനിന്നിരുന്നു. ആ മതകോടതിയുടെ പേര് സന്നിദ്രീൻ എന്നാണ്. ഈ സന്നിദ്രീൻ എന്ന മതകോടതിക്ക് ക്രൂശിന്റെ ശിക്ഷ വിധിക്കാൻ അധികാരമില്ല, ക്രൂശിക്കാൻ അവകാശമില്ല. ആ മതകോടതിയിൽ വാദത്തിന് വന്നിരിക്കുന്ന ആളുകളുടെ ആവശ്യം അല്ലല്ല, ഈ കോടതിയുടെ തന്നെ ആവശ്യം ഈ വിധിക്ക് വിധേയനായി നിൽക്കുന്ന വിചാരണ കാത്തിരിക്കുന്ന യേശുവിനെ ക്രൂശിക്കണം. കല്ലെറിഞ്ഞാൽ പോരാ, തലവെട്ടിയാൽ പോരാ, ഞെരുക്കിക്കൊന്നാൽ പോരാ, തൂക്കിലെറ്റിയാൽ പോരാ, ക്രൂശിക്കണം. വിചിത്രമായ ഈ ആവശ്യം കോടതിക്ക് നിർവഹിക്കാൻ കഴിയാത്തത് കൊണ്ട് റോമൻ കോടതിക്ക് കേസ് മാറ്റി. അവിടുന്ന് റോമൻ കോടതിയോ ജൂത കോടതിയോ എന്ന് തീർപ്പ് കൽപ്പിക്കാനാവാത്ത ഹെരോദാവിൻ്റെ കോർട്ടിലേക്ക് മാറ്റി. ഈ സംഭവങ്ങളൊക്കെ നിങ്ങൾക്കറിയാം. ഇവരെന്തിനാണ് ഈ ക്രൂശിക്കണം എന്ന് പറയുന്നത്? ഞാൻ അതിലേക്ക് വരും മുമ്പ് ക്രൂശീകരണത്തെ പറ്റിയും ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാം. നിങ്ങൾ മനസ്സിലാക്കിയ ക്രൂശീകരണത്തിൽ നിന്ന് വിഭിന്നമായ ചരിത്രത്തിലെ ക്രൂശ് മരണം നമ്മൾ മനസ്സിലാക്കിയതൊക്കെ ഭീകരമായ ക്രൂശ് മരണങ്ങളാണ്. ഭീകരമാണെങ്കിലും കുറേ എക്സഗ്രേറ്റ് ചെയ്യുന്നുണ്ട്. നമ്മുടെ മശികാ ചരിത്രത്തിലും പാഷൻ ഓഫ് ദി ക്രൈസ്റ്റിലും ജീസസിലുമൊക്കെ ഈ മനുഷ്യനെ കരയിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ ക്രൂശ് മരണം ഓവറായിട്ട് സംസാരിക്കാറുണ്ട്. എന്തിനാ അവരെ മാത്രം പറയും? നമ്മൾ പാസ്റ്റർമാരും സുവിശേഷകരും ഒക്കെ കർത്തൃമേശ നടത്തുമ്പോൾ ഈ ക്രൂശിൻ്റെ ഭാഗം വരുമ്പോൾ കരഞ്ഞോണ്ടാണ് പറയുന്നത്. കരയല്ല, കരച്ചിൽ പോലെ ഒരു ടോൺ ഇട്ടാ പറയാം. നമ്മളെ അടിച്ചു പൊങ്കപ്പോട്, അതൊരു ടോണേൽ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. ഗൗരവത്തിലൊന്നും എടുക്കാനില്ല. ഇതേലൊക്കെയാണ് നമ്മൾ പിടിച്ചിരിക്കുന്നത്. ചോദ്യം ചെയ്തിട്ടൊന്നും കാര്യമില്ല.
അപ്പോൾ നിങ്ങൾ എന്നോടേക്ക് ഉപദേശം എങ്ങനെയാണ് നടത്തുന്നത്, ഞാനും ഇങ്ങനെ നടത്തുന്നത്. അതിൻ്റെ കാരണം എന്താ, എല്ലാവരും ഇങ്ങനെ ആ ഭാഗം വരുമ്പോൾ ഒരു ടോണിലൊരു അഡ്ജസ്റ്റ്മെൻറ്റ് പ്രീട്ടിയില്ലേ, അതുകൊണ്ട് ചെയ്യുന്ന ആ ഗൗരവത്തിലൊന്നും എടുക്കണ്ട. മനസ്സിലായോ? കർത്തൃമേശ ഗൗരവത്തിൽ എടുക്കേണ്ടെന്നല്ല, ആ ടോണ് ആ സമയമാകുമ്പോൾ വരുന്നതാണ്. അത് നാച്ചുറലാണ്, അതിങ്ങനെ ഫീഡ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്, അങ്ങനെ വരും. അപ്പോൾ എനിക്കിതുവരെ മനസ്സിലായില്ല, അവിടെ വരുമ്പോൾ ഈ ടോണിലൊരു അഡ്ജസ്റ്റ്മെൻറ്റ് ഇങ്ങനെ വേണ്ടത് എന്തിനാണെന്ന് എനിക്കറിയില്ല. പാട്ടുകാർക്കൊക്കെ അറിയാമായിരിക്കും, അവരോട് ചോദിച്ചാൽ പറഞ്ഞു തരും. പോട്ടെ. അപ്പോൾ അതിഭീകരമായിട്ടാണ് കാണിക്കുന്നത്. അതിഭീകരമാണ്, പക്ഷെ കാണുന്നതിൽ നിന്ന് വിഭിന്നമാണ്. എന്തിന്? പാഷൻ ഓഫ് ദി ക്രൈസ്റ്റും ജീസസും ഒക്കെ വിടാം. കഷ്ടാനുഭവ ആഴ്ചയിൽ നമ്മുടെ കുറേ സഹോദരങ്ങൾ ഈ ക്രൂശും വഹിച്ച് പെരുവഴിയിലൂടെ വരും. ഞാൻ പരിഹസിക്കാനല്ല, ഞാൻ അവരെ അഭിനന്ദിക്കുന്ന ഒരാളാണ്. കാരണം അവരങ്ങനെങ്കിലും ഈ ക്രൂശിനോട് ഐഡൻറ്റിഫൈ ചെയ്യുന്നല്ലോ, അത് നടക്കട്ടെ. ഒരാൾ ഞാനിങ്ങനെ പ്രസംഗിച്ച് കഴിഞ്ഞ് ചോദിച്ചു, പലരും ഞങ്ങളിങ്ങനെ പോയിട്ട് വിമർശിച്ചിട്ടുണ്ട്, സാറ് മാത്രം എന്തിനാ ഞങ്ങളിങ്ങനെ. ഞാൻ പറഞ്ഞു എനിക്കത് സന്തോഷം. പിന്നെ ഒരു അപാകതയുണ്ട്, അതിനകത്ത് ഒരു കുറവുണ്ട്. ആ ഒരു കുറവ് അതെന്താ, ഞങ്ങൾ ഈ ക്രൂശിൻ്റെ പുറകിൽ ചക്രം വെച്ചാണോ എന്ന് ചോദിച്ചു. കാരണം ഈ ക്രൂശ് കൃത്യം വലിക്കാനുള്ള എളുപ്പത്തിന് പുറകിലൊരു ചക്രം വെക്കാറുണ്ട് ഇപ്പോഴത്തെ രീതിക്ക്. അതും തെറ്റല്ല, കാരണം ഡിജിറ്റൽ യുഗത്തിൽ അത്രയെങ്കിലും പുരോഗമിച്ചില്ലേ, പിന്നെന്താ കാര്യം? നല്ല കാര്യം, അഭിനന്ദിക്കാന്നേ. പിന്നെന്താ പ്രശ്നം? ഞാൻ പറഞ്ഞു ഏതായാലും നിങ്ങളിത് കളത്തിലിറങ്ങിയതാ, നിങ്ങൾക്ക് ഈ വിഷയത്തോട് നീതി പുലർത്താൻ കഴിയണേ, രണ്ടുപേരെ ചമ്മട്ടിക്ക് അപ്പുറത്തും ഇപ്പുറത്തും നിർത്തണം, എന്നിട്ട് അടിയും കൊടുക്കണം. വലുതല്ലൊരു നിങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്ന തരത്തിൽ. അപ്പോൾ ഒരു ഒറിജിനാലിറ്റി വരും, അതിന് വേണ്ടിയാണ്. ഏതായാലും ഇറങ്ങി തിരിച്ചല്ലേ, ഒരേകദേശ ഒറിജിനാലിറ്റി വേണ്ടേ, അല്ലേ? വേണ്ടേ? ക്ഷമിക്കണം, ഇത് പറഞ്ഞപ്പോൾ ഒരു കാര്യം പറയാതെ വയ്യ. ഞാനൊരു തനി നാടൻ കർഷക കുടുംബത്തിൽ ജനിച്ചു വളർന്ന ആളാണ്. ബഹുമാനപ്പെട്ട ജോറുട്ടിച്ചാന് എന്നെ ചെറുപ്പം മുതൽ അറിയാം. ഞങ്ങൾ ഈ പൂഞ്ഞാർ നിയോജകമണ്ഡലത്തിൽപ്പെട്ട ആളുകളാണ്. പഴയ പി സി ജോർജിൻ്റെ മണ്ഡലം. ഞാൻ പറയാറുണ്ട്, അവിടെ ഉള്ളതിൽ ഒരല്പം മര്യാദയ്ക്ക് സംസാരിക്കുന്ന ആൾ ഈ പി സി ജോർജാണ്. ജോർജി സാറ് തന്നെ ചെങ്ങന്നൂർ വന്ന ശേഷമാണ് ഈ ഡെവലപ്പായത്. ഒരുവിധം മര്യാദയ്ക്ക് കാര്യങ്ങൾ സംസാരിക്കുന്ന ഒരാൾ അദ്ദേഹമാണ്. അതുകൊണ്ട് അദ്ദേഹം ജയിച്ചുകൊണ്ടിരുന്നത് അടുത്ത കാലം വരെ. പോട്ടെ. അപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ പണ്ട് ഒരു ക്ലബ്ബുണ്ടായിരുന്നു. അവിടെ എല്ലാവരുടെ കൂടി തീരുമാനിച്ചു, എല്ലാ വർഷവും നമ്മൾ ലോക്കൽ നാടകം നടത്തുകയാണ്. ഈ വർഷം നമുക്ക് ഏതെങ്കിലും ഒരു ടീമിനെ വിളിച്ചൊരു നാടകം നടത്താം. അതിന് പിരിവൊക്കെ എടുത്ത് ഇതുപോലെ വലിയ സെറ്റപ്പെല്ലാം ചെയ്ത്, പണ്ട് കാലമല്ലേ, ഒരു ടീം വന്നു. അവർ ഈ നാടിൻ്റെ പൾസ് മനസ്സിലാക്കി. കാത്തലിക് സഹോദരങ്ങൾ കൂടുതലുള്ള സ്ഥലമാണ്. ഒരുപക്ഷെ ഈ ഇന്ത്യയിൽ തന്നെ ഏറ്റവും അധികം കാത്തലിക്സുള്ളൊരു മേഖലയാണ്, സഹോദരങ്ങളുള്ളൊരു മേഖലയാണ്. അപ്പോൾ അതിൻ്റെ ആ പൾസ് അറിഞ്ഞുകൊണ്ട് യേശുവിൻ്റെ ക്രൂശുമായി ബന്ധപ്പെട്ടുള്ള ആ ക്രൂശീകരണം, ഈ സംഭവമൊക്കെയാണ്. അപ്പോൾ ഞങ്ങളെല്ലാം ഇങ്ങനെ കാണാനിരിക്കുന്നു. ഭയങ്കര ടെക്നോളജി, അന്നത്തെ ടെക്നോളജിയൊക്കെയാണ്. അപ്പോൾ ഈ വണ്ടിയും വഴിയൊക്കെ അല്പം ദൂരെ ആയതുകൊണ്ട് ജനറേറ്റർ ഇരിക്കുന്നത് കിലോമീറ്റർ അപ്പുറത്താണ്, ദൂരെ കൊണ്ടുവച്ചതിന് വണ്ടി കൊണ്ട് വരികയില്ല. അപ്പോൾ ഈ ക്രൂശുമരണത്തിൻ്റെ പ്രസക്തമായ സമയമെത്തി. ആളിനെ ക്രൂശിച്ചു, ഇങ്ങനെ കിടക്കുക. അദ്ദേഹത്തിൻ്റെ അഭിനയം സൂപ്പറാണ്. സൗകര്യമാരൊക്കെ ഇരുന്ന് കരയുകയാണ്, കണ്ണീരൊഴുക്കുകയാണ്. ക്രൂര ഹൃദയങ്ങൾ പോലും അത് കണ്ട് ദുഃഖിതരായിട്ടിരിക്കുന്ന സമയത്ത് കരണ്ട് അങ്ങ് പോയി. കുറേ നേരമായിട്ട് പുള്ളി കിടക്കുകയാണ്. ഈ ജനറേറ്റർ സ്റ്റാർട്ട് ചെയ്യാൻ പോയ ആൾ പോയ വഴിക്ക് പാമ്പിനെ കണ്ട് പേടിച്ച് അതിന് തീരുമാനം ഉണ്ടാക്കാൻ നിൽക്കുക. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ പൊല്ലാപ്പ്. 8-10 മിനിറ്റ് ഈ ക്രൂശേ കിടക്കുന്നുണ്ട്. ദുഃഖം നിങ്ങൾക്ക് മനസ്സിലാവില്ല. അയാളൊടുവിൽ തൻ്റെ സുഹൃത്ത് താഴെ പടയാളിയായിട്ട് നിൽപ്പുണ്ട്. അവനോട് പറഞ്ഞു, നീ ഒരു ബീഡി കത്തിച്ചു തരാൻ. ആശാനൊരു കുന്തത്തിൻ്റെ അഗ്രത്തിൽ ഒരു ബീഡി കത്തിച്ച് മുകളിലേക്ക് കൊടുത്തു. ഇയാൾ ഇങ്ങനെ പുകയെടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഇതേ കറണ്ട് വരുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, അന്തരീക്ഷം എങ്ങനെ മാറുമെന്ന് മനസ്സിലായോ? അതുവരെയും കണ്ണീരോടെ ഇരുന്ന ആളുകൾ നോക്കുമ്പോൾ മാനവജാതിയുടെ രക്ഷയ്ക്ക് വേണ്ടി ഒരാൾ ക്രൂശിൽ കിടന്ന് അന്തസ്സായിട്ട് പുക വലിക്കുന്നു. അഭിനയിച്ചാൽ ഇത്രയാകുള്ളൂ, അതാ പറഞ്ഞത്. അഭിനയിച്ചാൽ കാര്യത്തോടെടുക്കുമ്പോൾ ഇങ്ങനെ വരും, അത്രേ ഉള്ളൂ. അതുകൊണ്ട് ക്രൂശ് അനുഭവമാണ്. ക്രൂശിനെ അനുഭവിക്കാൻ കഴിയാതെ ഒരാളെങ്കിലും ഈ ശബ്ദപരിധിക്ക് പുറത്തു നിൽക്കുന്നെങ്കിൽ ഇപ്പോഴാകുന്നു സുപ്രസാദ കാലം, ഇപ്പോഴാകുന്നു രക്ഷാദിവസം. ഈ മഹത്തര രക്ഷയുടെ പരിധി വിട്ട് നിങ്ങൾക്ക് എവിടെയും ഒളിക്കാൻ എനിക്കിടയില്ല. അതുകൊണ്ട് നാം ഒരുമിച്ച് ക്രൂശിനെ ഉയർത്തുന്ന അനുഗ്രഹീതമായ ഈ ചിന്തയിലേക്ക് ഞങ്ങൾ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. സ്തോത്രം. പ്രിയരേ,
ക്രൂശിനെക്കുറിച്ച് ചില വിശദീകരണങ്ങൾ പറയാം. ഞാനും നിങ്ങളും മനസ്സിലാക്കി വച്ചിരിക്കുന്ന ചിന്തയിലെ ആദ്യത്തെ തെറ്റ്, ഈ ടി ആകൃതിയിലെ കുരിശ് അപ്പാടെ ചുമക്കുന്ന ഒരു ശിക്ഷണ രീതി ചരിത്രത്തിൽ ഇല്ല. പിന്നെ എങ്ങനെ പറയാം? ശിക്ഷണ നടപടി ആരംഭിക്കുന്നു. അപ്പോൾ ക്രൂശിന്റെ 2 ഭാഗങ്ങളും സജ്ജീകരിച്ചിരിക്കണം. വിലങ്ങനെയുള്ള ഒരു തടിക്കഷണം, കുത്തനെയുള്ള മറ്റൊരു തടിക്കഷണം. ഈ വിലങ്ങൻ തടിക്കഷണം ഹറിസോണ്ടൽ, ആ തടിക്കഷണം കുറ്റവാളിയുടെ അരികിൽ കൊണ്ട് ആചാരപൂർവം പടയാളികൾ പിടിച്ചു വെക്കണം. വിലങ്ങനെയുള്ളൊരു തടിയുണ്ട്, അതിൻ്റെ പേര് കൂടി പറയാം, സിംപ്ലക്സ് എന്നാണ്. ഈ സിംപ്ലക്സ് എന്നറിയപ്പെടുന്ന തടി 3-4 ചുമട്ടുകാർ ചേർന്ന് ഈ തടിയാണെന്ന് ഉറപ്പുവരുത്തിയിട്ട് ഇവിടെ നിന്ന് തോളിലെറ്റിക്കൊണ്ട് വളരെ ദൂരത്തിൽ എവിടെയാണോ ക്രൂശീകരണ സ്ഥലം അവിടെ കൊണ്ടെത്തിക്കണം. അവിടേക്ക്, ഈ നിർദ്ദിഷ്ട സ്ഥലത്തേക്ക് അപ്പോൾ ആർക്കും പ്രവേശനമില്ല. ഇവരവിടെ ചെന്ന് ഈ ക്രൂശിൻ്റെ ആദ്യത്തെ തടി എത്തിച്ചു എന്നറിഞ്ഞിട്ട് വേണം 2ാമത്തെ തടി അവിടെ എത്താൻ. 2ാമത്തെ തടിയുടെ പേര്, അതാ വിലങ്ങൻ തടിക്ക് പറയുന്ന പേര് പാറ്റിബുലം എന്നാണ്. PATIBULAM. ഈ തടി കുറ്റവാളിയുടെ തോളിലേക്ക് വെക്കണം. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, അത് ഞാനും നിങ്ങളും കണ്ടുപഠിച്ച ചതുരവടിവിൽ പണിയെടുത്ത് ഭംഗിയാക്കിയ ഒരു മനോഹര കുരിശൊന്നുമല്ല. ആ തടി അപ്പാടെ വെട്ടിയെടുത്ത് അദ്ദേഹത്തിന്റെ തോളിൽ ഇങ്ങനെ വിലങ്ങനെ വച്ചിട്ട് കൈ 2ഉം അതോട് ചേർത്ത് ബന്ധിക്കും. എന്നിട്ട് ഈ മനുഷ്യനെ നിർദ്ദിഷ്ട സ്ഥലം വരെ ചാട്ടവാറിന് തല്ലി കൊണ്ടുപോവുകയാണ്. ഈ തല്ല് ഒരിക്കലും ഒരാചാരത്തിൻ്റെ ഭാഗമായി ചെയ്യുന്നതല്ല. മറിച്ച് ഇയാൾ ക്ഷീണിതനായി വഴിയോരത്ത് വീണുപോകുകയോ അതല്ല എങ്കിൽ അനുസരണക്കേട് കാണിക്കുന്നുവോ എന്ന് ബോധം വന്നാൽ ഒരു കാളയെ തല്ലി ആ വണ്ടി ഓടിക്കുന്നവൻ നേരെ കൊണ്ടുവരും പോലെ തല്ലി ഈ ആളിനെ അവിടെ കൊണ്ടുചെല്ലണം. ഒന്നുകൂടിയുണ്ട്, നിർദ്ദിഷ്ട സമയത്തിനുള്ളിൽ ക്രൂശീകരണം പൂർത്തിയായിരിക്കണം, അല്ലെങ്കിൽ ചുമതലയുള്ള റോമൻ സൈനിക മേധാവിയുടെ പേരിൽ ശിക്ഷ വരും. കാരണം റോം കടുകട്ടിയായ നിബന്ധനകളുടെ സ്ഥലമാണ്. ഇന്ന് രാജ്യത്ത് പ്രവർത്തിക്കുന്ന പല കോടതികളുടെയും ഭാഷ റോമൻ ഭാഷയാണ്, ലാറ്റിൻ ഭാഷയാണ്. നമ്മൾ കേട്ടിരിക്കുന്ന കോടതി വ്യവഹാരങ്ങളൊക്കെ ലാറ്റിൻ ശബ്ദമാണ്. ഹേബിയസ് കോർപ്പസ് എന്നും കോ വാറണ്ടം എന്നൊക്കെയുള്ള പദങ്ങൾ ഇന്നും കോടതി അപ്പാടെ ഉപയോഗിക്കുന്നു. നിർദ്ദിഷ്ട സമയത്ത് ക്രൂശിക്കണം. ഇതാണ് പാക്സ് റൊമാന എന്നറിയപ്പെടുന്ന റോമൻ നീതിബോധത്തിന്റെ, റോമൻ ഭരണഘടനാ സംവിധാനത്തിന്റെ ശക്തി. അങ്ങനെയാണ്, കൃത്യസമയത്തെത്തിക്കണം. അതിനാണ് യേശുവിന് ക്രൂശ് ചുമക്കാൻ കഴിയാതെ വന്നപ്പോൾ, സമയം താമസിച്ചു പോയാൽ ഈ ശിക്ഷണ നടപടികളുടെ കാര്യസ്ഥനായ ഉദ്യോഗസ്ഥന്റെ പേരിൽ നടപടി വരാതിരിക്കാനാണ് വയോരത്ത് നിന്ന് കയറി വരുന്ന ശിമോനെ കൊണ്ട് ക്രൂശ് ചുമപ്പിക്കണം എന്നുള്ള താല്പര്യം വരുന്നത്. ഇനിയാണ് മറ്റൊരു കാര്യം, ശ്രദ്ധിക്കണം. ഈ ക്രൂശിലേക്ക് നിയോഗിതനായ വ്യക്തിയെ തലസ്ഥാനത്ത് കൊണ്ടുവന്നിട്ട് കയ്യിലെ കെട്ടഴിക്കണം. എന്നിട്ട് അപ്പോത്തിക്കരി എന്നറിയപ്പെടുന്ന വൈദ്യൻ അയാളുടെ അരികിൽ വന്ന് നാഡി പരിശോധിക്കണം. നാഡീഞരമ്പുകൾ 8-10 മിനിറ്റ് എടുത്ത് പരിശോധിച്ച ശേഷം ആണിയടിക്കാനുള്ളൊരു സ്പോട്ട് കരിയോയിൽ കൊണ്ട് അടയാളപ്പെടുത്തണം, ഒരു കറുത്ത മഷിക്കടയാളപ്പെടുത്തണം. അത് കൈയുടെ ഈ റിസ്റ്റ് എന്ന് പറയുന്ന സ്ഥലത്താണ്. മലയാളത്തിൽ ഈ സ്ഥലത്തിന് മണിബന്ധം എന്ന് പേര് പറയും. എന്തിനാണ് ഇവിടെ അടിക്കുന്നതെന്നറിയണ്ടേ? ഈ സ്ഥലത്ത് ആണിയടിച്ചെങ്കിൽ ആ ശരീരം ക്രൂശിലിങ്ങനെ തൂങ്ങിക്കിടക്കൂ. കൈവെള്ളയിലാണ് ആണിയെങ്കിൽ ശരീരത്തിൻ്റെ കനം നിമിത്തം ഊർന്നു പോരാൻ സാധ്യത കൂടുതൽ. മറ്റു ചില കാരണങ്ങൾ കൂടിയുണ്ട്. ഈ ശിക്ഷണ രീതി ഏറ്റവും ഭീകരമായി കുറ്റവാളിക്ക് അനുഭവപ്പെടാൻ നാഡീ ഞരമ്പുകൾ മുഴുവൻ സ്തംഭിപ്പിക്കത്തക്ക വിധത്തിൽ സകല ഞരമ്പ് കെട്ടുകളും വന്നുകൂടുന്ന ഭാഗത്ത് കൃത്യം ആണിയടിക്കണം. ആണി അടിക്കലല്ല, ചതുരവടിവുള്ള കൂർത്ത ആണി കുത്തി ഇറക്കിയ ശേഷം ഒന്ന് തിരിക്കും. ആ തിരിക്കുന്ന പോലും ആചാരസഹിതമാണ്. ഈ തിരിക്കുന്ന ഘട്ടത്തിലൊക്കെ കുറ്റവാളിക്കെതിരെ മുദ്രാവാക്യം മുഴക്കി
റോമാ കൈസർക്ക് വേണ്ടി ജയഘോഷം മുഴക്കിക്കൊണ്ട്, ഓ റോമാ കൈസർ നീ ജയിക്ക എന്ന് ആരവം മുഴക്കിക്കൊണ്ട് വേണം ഈ കൈ ഇങ്ങനെ തിരിക്കാൻ. അപ്പോഴേക്കും ചോര കുറയൊക്കെ വാർന്ന് ചോര തളം കെട്ടിക്കിടക്കുന്ന ഒരന്തരീക്ഷം സംജാതമാകും. അല്പം കഴിഞ്ഞ് ചോരയില്ല, ഒരു തുള്ളി രക്തവും പുറത്തു വരാതെ നാഡീ ഞരമ്പുകൾ മുഴുവൻ സ്തംഭിച്ച് ഇയാളിൻ്റെ കാലും വലിച്ച് ക്രൂശോട് ചേർത്തടിച്ച് ക്രൂശിനെ പൂർത്തീകരിച്ച് കയർക്കെട്ടി കുഴിക്കുള്ളിലേക്ക് ഇറക്കും. അപ്പോഴും റോമാ ഗവൺമെൻറ്റിൻ്റെ ശിക്ഷണ നടപടിയും നീതിബോധത്തെയും പ്രകീർത്തിക്കുന്ന വിധത്തിലെ ഗാനങ്ങൾ പാടിക്കൊണ്ടോ മുദ്രാവാക്യം മുഴക്കിക്കൊണ്ടോ ആളുകൾ ഇതിനെ ഇങ്ങനെ പ്രകീർത്തിക്കും. കുറ്റം ചെയ്ത കുറ്റവാളിയുടെ ആ കുറ്റസംഗതി കൂടി ക്രൂശിൽ 3 ഭാഷകളിൽ എഴുതി തൂക്കും. ഇങ്ങനെ കിടക്കുന്ന മനുഷ്യന് പെട്ടെന്നൊന്നും മരണം കിട്ടില്ല. കാരണം അർത്ഥബോധാവസ്ഥയിൽ ഒരു കോമാ സ്റ്റേജിലേക്ക് എത്തും മനുഷ്യൻ. രക്തസംക്രമണം ഏതാണ്ടൊക്കെ നിലച്ചിട്ട് ശരീരത്തിന് ആവശ്യമായ ഓക്സിജന്റെ പ്രവാഹം നഷ്ടപ്പെട്ടിട്ട് സിരാനരമ്പുകളിലേക്ക് പടർന്നു കയറേണ്ട പ്രാണവായു കിട്ടാതെ സ്തംഭിച്ചു കിടക്കുന്ന ഈ ശരീരത്തിലേക്ക് വൻതോതിൽ കാർബൺ ഡൈഓക്സൈഡ് ശേഖരിക്കപ്പെടും. ഈ ശരീരം കറുത്ത് കരിവാളിച്ച് ഒരു ഭീകര രൂപിയായി ആളവിടെ കിടക്കും. ഈ ഘട്ടത്തിൽ തുറന്ന കണ്ണ് അടയ്ക്കാനോ അടച്ച കണ്ണ് തുറക്കാനോ അത്ര എളുപ്പമല്ല. ഞരമ്പുകളുടെ സെൻസേഷൻ നഷ്ടപ്പെട്ടിട്ട് ക്രൂരമായ ആ ഘട്ടത്തിൽ പ്രാണികൾ അടുത്തു വരും. സ്വന്തം ശരീരത്തിലേക്ക് ഒരു പ്രാണി വരുമ്പോൾ ആട്ടിപ്പായിക്കാൻ കണ്ണടച്ചു പോലും പ്രതിഷേധിക്കാൻ കഴിയാത്ത വിധം ക്രൂരമാണ് ഈ ശിക്ഷ. കാക്കകൾ കൊത്തിപ്പറിക്കാൻ അടുത്തു വരും, കഴുകൻ പറന്നെടുത്തു വരും. ഭീകരവും മാരകവുമായ ശിക്ഷണ നടപടി ഈ രൂപത്തിൽ 7 ദിവസം വരെ ക്രൂശിൽ മരിക്കാതെ കോമാ സ്റ്റേജിൽ കിടന്നവരുടെ ചരിത്രം പ്രമുഖ റോമൻ ചരിത്രകാരനായ സ്ട്രാബോ എഴുതി വെക്കുന്നു. സ്ട്രാബോ പറയുന്നു, ഞാൻ കണ്ടതിൽ ഏറ്റവും കിരാതം, ഏറ്റവും ഭീകരം, ഏറ്റവും ക്രൂരം അതാണ് ക്രൂശുമരണം. ഈ ക്രൂശുമരണം കണ്ടിട്ട് അതിൻ്റെ ഉള്ളടക്കം അറിഞ്ഞിട്ട് തലേ ദിവസവും അവൻ കൊടുത്ത അപ്പം വാങ്ങി ഭക്ഷിച്ചവരടക്കം 10,000 കൂടുന്ന ജനാബലിയുടെ നാവിൽ നിന്നുയർന്ന ശബ്ദം, അവനെ ക്രൂശിക്കണം, അവനെ ക്രൂശിക്കണം, അവനെ ക്രൂശിക്കണം. ഇന്ന് രാത്രി തിരുവചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഒരുപറ്റം ആളുകൾക്ക് ഈ തേജസ്സിൻ്റെ ക്രിസ്തുവിനെ മനസ്സിലാക്കാതെ അവനെ ക്രൂശിക്കാൻ ഒരുമ്പെടുമ്പോൾ എനിക്ക് അസൂയ തോന്നുന്നൊരു വ്യക്തിത്വം ചരിത്രത്തിലുണ്ട്. അത് മറ്റാരുമല്ല, ഞാനേറെ ഇഷ്ടപ്പെടുന്ന ഒരു അപ്പോസ്തലൻ അന്ത്രയോസാണ്. എന്തുകൊണ്ട് എന്ന് പറയാം. യേശുവിനെ അനുഗമിച്ച ആദ്യത്തെ 2 ശിഷ്യന്മാരിൽ ഒരാളായിരുന്നു അന്ത്രയോസ്. 2 പേരിൽ ആദ്യത്തെ ആളിൻ്റെ പേര് നമുക്കറിയില്ല. അപ്പോൾ പേരുകൊണ്ട് ആദ്യത്തെ ആൾ അന്ത്രയോസാണ്. അദ്ദേഹം അതുവരെ സ്നാപക യോഹന്നാന്റെ ശിഷ്യനാണ്. സ്നാപകൻ പറഞ്ഞു, ഇതാ ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. അപ്പോൾ അന്ത്രയോസിന്റെ ഭാവനയിൽ ഒരു മശിഹയുണ്ട്, അന്ത്രയോസിന്റെ ചിന്തയിൽ ഒരു രക്ഷകനുണ്ട്. പക്ഷേ അതിൽ നിന്നൊക്കെ വിഭിന്നനായി എന്നെയും നിങ്ങളെയും പോലെ ഒരു സാധാരണ മനുഷ്യൻ അതുവഴി നടന്നു വരുന്നത് അന്ത്രയോസും കണ്ടു. പിറ്റന്നാൾ യേശു തന്റെ അരികിലൂടെ പോകുന്നത് കണ്ട് സ്നാപകൻ ആവർത്തിച്ചു, ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. അന്ത്രയോസ് അടുത്ത് ചോദിച്ചു, ഗുരു നീ എവിടെ പാർക്കുന്നു? നമ്മളൊരു കോണ്ടാക്റ്റ് കിട്ടിയതാണല്ലോ എന്നോർത്ത് നമ്പറൊക്കെ കൊടുക്കും, വിസിറ്റിംഗ് കാർഡ് കൊടുക്കും. പക്ഷേ യേശുവിൻ്റെ ആ പ്രതികരണം അത്ര സുഖമായി തോന്നുന്നില്ല. എന്താണെന്നറിയണ്ടേ? വന്ന് കാൺമീൻ. അതിൻ്റെ അർത്ഥം നീ ആദ്യത്തെ ക്രിസ്ത്യാനിയാ. ത്യാഗം സഹിച്ചൻ്റെ പാതയിലൂടെ എന്നെ വന്ന് കാണാൻ, എവിടെയെന്ന് തിരിച്ചറിയാൻ ഗൂഗിൾ മാപ്പൊന്നുമില്ലാത്ത കാലത്തെ നിനക്കൊരു മനസ്സുണ്ടെങ്കിൽ ഒന്നുറപ്പാ, നിന്റെ പേരിൻ്റെ ആ ശക്തി, നിന്റെ നിയോഗത്തിൻ്റെ പിന്നിലെ ലക്ഷ്യം, അതിനെ ഉന്മൂലനം ചെയ്യാൻ ആർക്കും കഴിയാത്തൊരു ചരിത്രം ഞാൻ നിനക്കുണ്ടാക്കിത്തരും. വർഷങ്ങൾക്കപ്പുറത്ത് ഈ ദേശത്ത് നിന്ന്
ഏകരായ യേശുവിനെ പ്രസംഗിക്കാൻ ഇറങ്ങിത്തിരിച്ച ആളുകൾ ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്കൊരു ചരിത്രമുണ്ടായി. പ്രൈസ് ദി ലോർഡ്. ആ ചരിത്രത്തിന്റെ മറുവശത്ത് ഞാനും നിങ്ങളും നിന്നുകൊണ്ട് ക്രിസ്ത്യാനിത്വത്തിന്റെ അന്തസ്സും ആഭിജാത്യം ഉയർത്തിപ്പിടിക്കുമ്പോൾ, ഇറങ്ങിത്തിരിക്കുമ്പോൾ, അന്ത്രയോസ് എന്ന മനുഷ്യൻ ഒറ്റയ്ക്കാണെങ്കിൽ കോടിക്കണക്കിന് ക്രൈസ്തവൻ ഓരോ ദിവസവും ഉലകത്ത് ഉൽപാദിതമാകുമ്പോൾ അന്ത്രയോസിന് പറയാൻ സാധിക്കും, ഞാൻ 3 പേരെ തിരഞ്ഞെടുത്ത ആ പ്രധാനികൾക്കൊപ്പമില്ല, പേരും പെരുമയുമുള്ള പൗലോസിനെ പോലില്ല, ആദ്യ ശിഷ്യൻ എന്നുള്ള പേരെനിക്കുണ്ട്, പക്ഷെ ആർക്കും വെട്ടിമാറ്റാനാവാത്ത ഒരു പ്രത്യേകത, ക്രിസ്ത്യാനിത്വത്തിന്റെ ആദ്യത്തെ ചുവടുവെപ്പ് ഈ സാധുവായ ഞാനായിരുന്നു. ഇതല്ലേ നമ്മുടെ എല്ലാം പ്രശംസ, നമ്മുടെ എല്ലാം സന്തോഷത. ഇനി മറ്റൊരു കാര്യമുണ്ട് പ്രിയപ്പെട്ടവരെ. ഈ അന്ത്രയോസിനെ ഞാൻ ബഹുമാനിക്കാൻ കാരണം, അന്ത്രയോസ് ഇറങ്ങിത്തിരിക്കും കാലത്ത് യേശു ഒരത്ഭുതവും ചെയ്തിട്ടില്ല. അന്ത്രയോസ് ഇറങ്ങിത്തിരിക്കും കാലത്ത് യേശു കടലിൽ മീതെ നടന്നിട്ടില്ല. 5 അപ്പം കൊണ്ട് 5000 പോഷിപ്പിച്ചിട്ടില്ല. ലാസറിനെ ഉയർപ്പിച്ചിട്ടില്ല. എന്തിന് ശ്രദ്ധേയമായ ഒരു പ്രസംഗം പോലും പറഞ്ഞിട്ടില്ല. ഇതൊന്നും ചെയ്യാത്തവനെ കണ്ടിട്ടേ, ഇതൊന്നും പ്രവർത്തിക്കാത്തവനെ കണ്ടിട്ടേ, ഒരു പരിചയപ്പെടുത്തലിൻ്റെ മാത്രം വെളിച്ചത്തിൽ ഒറ്റയ്ക്കൊരു മനുഷ്യൻ നടന്നു നീങ്ങി അവനെ തിരിച്ചറിഞ്ഞിട്ട് വീട്ടിൽ വന്ന് സ്വന്തം സഹോദരനെ കണ്ടിട്ട് മൊഴിയുന്നതാ ചരിത്രത്തിലെ ആദ്യത്തെ സാക്ഷ്യം. ആ സാക്ഷ്യത്തിന്റെ തുടർച്ചയാ ഇന്ന് രാത്രി ഞങ്ങൾ ഒരുമിച്ച് ഇവിടെ തുറന്നുകൊണ്ടിരിക്കുന്നത്. ഒറ്റക്കവൻ വിളിച്ചു പറയുമ്പോൾ കൂടെ ആരുമില്ലായിരുന്നു. ഇന്ന് ലോകത്തേറ്റവും അധികം ഉയർന്നു കേൾക്കുന്ന ശബ്ദം അവനത്രേ ഉലകത്തിന്റെ രക്ഷകൻ എന്ന സുവിശേഷത്തിന്റെ നിതാന്ത സത്യമാണ്. ആ സത്യം ആവർത്തിച്ചുറപ്പിച്ച് നമുക്ക് ഈ ഗ്രാമത്തോട് പ്രസ്താവിക്കാം, മറ്റൊരുത്തലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമം. ഹല്ലേലൂയ. അപ്പോൾ അന്ത്രയോസ് വീട്ടിൽ വന്ന് പറയുന്ന വാക്കിൻ്റെ ആഭിജാത്യം എന്നെ അത്ഭുതപ്പെടുത്തി. എന്താ അത്? അദ്ദേഹത്തിൻ്റെ അനിയൻ പത്രോസ ആളൊരൽപ്പം ദ്രുതഗതിക്കാരനാണ്. അദ്ദേഹത്തിൻ്റെ പല പരിപാടിയും കോമഡി പോലെ നമുക്ക് തോന്നും. കോമഡി അല്ല, കാണുന്നവൻ അങ്ങനെ തോന്നും. അങ്ങനെയാണ്, അത്ര ഏർപ്പാടാണ്. ഞാൻ സ്വർഗത്തിലെത്തിയാലും ഈ പത്രോസിനെ കണ്ടുമ്പോൾ ചിരിച്ചു പോകുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. പൗലോസിനെ കാണുമ്പോൾ ഒരു ബഹുമാനം, നമുക്ക് കാണാൻ ആഗ്രഹമുള്ള ചില ആളുകളല്ലേ അതൊക്കെ. അങ്ങനെയാണ്. കാരണം അങ്ങനെ ഒരു അനുഭവം എഴുതിയിരിക്കുക. രാത്രി കർത്താവ് വരുന്നു എന്നറിഞ്ഞ് അങ്കി അരയിൽ ചുറ്റി കർത്താവാന്നറിഞ്ഞ് വെള്ളത്തിൽ ചാടി. അങ്ങനെയല്ലേ? ഞാനിത് വായിച്ചിട്ട് ഇദ്ദേഹത്തിൻ്റെ അറിവ് കുറവായി. നമ്മൾ മലയാളികളാണ് ആ പണി ചെയ്യും. ഒന്നിൽ അങ്കി അരയിൽ ചുറ്റി അവിടെ തന്നെ നീക്കും. അങ്ങനെയാണ് ഇപ്പോഴത്തെ ഭാഷണമെന്ന് പറയും, ലേറ്റസ്റ്റാണ്. അങ്കി ഞങ്ങളിങ്ങനെ ഈ നാട്ടിൽ ഉടുക്കുന്നതെന്ന് പറഞ്ഞാൽ പ്രശ്നം തീർന്നു. അതല്ലെങ്കിൽ അങ്കി അവിടെ വെച്ചിട്ട് വെള്ളത്തിലങ്ങ് ചാടി എന്നിട്ട് പതഞ്ഞ് നിന്നാൽ മതി. നമ്മളാണെങ്കിൽ ചോദിക്കും, കർത്താവേ എന്തുകൊണ്ട് വിശേഷമൊക്കെ, എവിടെ ഇപ്പം പ്രവർത്തനമൊക്കെ എവിടെയാണ്, കാണാൻ കേട്ടോ. നമ്മളങ്ങനെ ഈ രാജുപാസ്റ്റൊക്കെ ഭയങ്കര നീന്തൽ വിദഗ്ധരായിരുന്നു ചെറുപ്പത്തിൽ. അടുത്തൊരു ആറുണ്ട്, നീന്തും പരിപാടിയെല്ലാം അറിയാം. അതുകൊണ്ട് മലയാളികളുടെ ഒരു പൊതു പരിപാടിയാണ്, യേശു ഇങ്ങനെ വന്ന് നിൽക്കുന്നു, ആ സമയത്ത് ഊളിയിട്ട് മാറിയാൽ മതി. യേശു പോയി കഴിഞ്ഞ് മര്യാദയ്ക്ക് വന്നാൽ മതി. ഇതേ ഇയാൾ അങ്കി അങ്ങേരുടെ തന്നെ അങ്കിയാണോ എന്നറിയില്ല, കിട്ടിയ ഒരു അങ്കി അരയിൽ ചുറ്റി വെള്ളത്തിൽ ചാടി നാട്ടുകാരെല്ലാം അറിയുകയും കൂടെ ചെയ്തു. ഇതിപ്പോൾ നിങ്ങളോട് അറിഞ്ഞു. സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ഈ പുള്ളിയെ കാണുമ്പോൾ ഇനിയും നിങ്ങൾക്കും ചിരി വരും. ഈ അച്ഛനായിരുന്നു ആ അച്ഛൻ എന്ന് ഓർക്കുമ്പോൾ നമുക്കൊരു ചിരി വരുമെന്ന്. അതാണ് പത്രോസ്. ഈ മനുഷ്യൻ്റെ അടുത്ത് എന്ന് ജ്യേഷ്ഠനായ അന്ത്രയോസ് പറഞ്ഞു, കുഞ്ഞേ ഇങ്ങോട്ടൊന്ന് വന്നേ. ചേട്ടൻ്റെ മുഖവും ആ മുഖത്തെ സന്തോഷമൊക്കെ കണ്ടപ്പോൾ അനിങ്ങനൊരാകാംക്ഷ, കഷ്ടതയും പട്ടിണിയും കൊണ്ട് നട്ടം തിരിയുന്ന ആ വീട്ടിൻ്റെ അകപ്പാടെ ആശ്വാസം, മഷികയ്ക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പ. അവിടെ ചെന്നിട്ട് പറയുന്നൊരു കാര്യത്തിൻ്റെ അന്തസ് എന്നെ അത്ഭുതപ്പെടുത്തി. ന്യായപ്രമാണം പഠിച്ച ശാസ്ത്രിമാരുണ്ട്, അവരെക്കുറിച്ച് ഒരു വാക്ക് പറഞ്ഞെങ്കിൽ ഈ വാക്കിൻ്റെ പവർ നിങ്ങൾക്ക് പിടികിട്ടു. ആരാ ഒരു ശാസ്ത്രി? പറയാൻ എളുപ്പമാണ്. ഇത് ലൈസൻസ്ഡ് കോപ്പി റൈറ്റേഴ്സാണ്. അതായത് ബൈബിളിൻ്റെ പ്രതി കോപ്പി എഴുതിയെടുക്കാൻ അധികാരമുള്ളവൻ്റെ പേരാണ് ശാസ്ത്രി. നമുക്കൊന്നും എഴുതാൻ പറ്റില്ല. ഞങ്ങൾ സംവാദങ്ങളിലൊക്കെ പറയാറുണ്ട്, ബൈബിള് തിരുത്താൻ പറ്റില്ല എന്ന്. ആര് നോക്കിയാലും പറ്റില്ല. അതിൻ്റെ കാരണം
17 നിബന്ധനകൾ പാലിച്ചാണ് ഒരു ബൈബിളിൻ്റെ പ്രതി എഴുതിയെടുക്കുന്നത്. പ്രിൻറ്റിംഗ് ഒന്നും ഇല്ലാത്ത കാലത്തെ നമ്മൾ നോക്കിയിരുന്നാൽ നടക്കുകയല്ലേ. ഇപ്പോഴാണ് നമ്മൾ പണിയില്ലാത്ത ഒത്തിരി ആളുകൾ ഈ നാട്ടിലിങ്ങനെ കൂടിയിരുന്നുണ്ട് കുട്ടപ്പൻ ബൈബിൾ, തങ്കച്ചൻ ബൈബിൾ, മാത്തുക്കുട്ടി ബൈബിൾ എന്നൊക്കെ പറഞ്ഞ് തുടങ്ങി അടുത്ത കാലത്താണ്. മനസ്സിലായില്ലേ? എല്ലാം സായിപ്പ് എഴുതിയതിന് തലതിരിച്ചിട്ടേച്ച് പറയാ തങ്കച്ചൻ ബൈബിൾ, ഇലാമ ബൈബിൾ. ഇതൊക്കെ അടുത്ത കാലത്തെ സംഭവങ്ങളാണ്. മക്കാർദറും ഡെയ്സും ഒക്കെ നല്ലല്ലോ വർക്ക് ചെയ്തവരാ. അതങ്ങ് പോട്ടെ, അവരതിന് അർഹരല്ലേ. അതിൻ്റെ ആ പഞ്ചായത്ത് വഴി പോലും പോകാതെ നമ്മൾ പേരിട്ടിരിക്കുകയാണ് കുട്ടപ്പൻ ബൈബിളെന്ന്. അവിടെ നിൽക്കട്ടെ. പക്ഷേ ശാസ്ത്രിമാരെങ്ങനെയാ ചെയ്യുന്നത് കേട്ടോ? എഴുത്ത് ഫലകം മൃഗങ്ങളുടെ തോലാണ്, മൃഗങ്ങളുടെ തോലിലാണ് എഴുതുന്നത്. ഇപ്പോൾ തൻ്റെ ബൈബിളിനെ പറ്റി ഇന്ന് നമ്മൾ കേട്ടല്ലോ, പത്രത്തിലൊക്കെ ഉണ്ടായിരുന്നു. കോടികൾ അത് ലേലം വെച്ചിരിക്കുന്നു. 10-ാം നൂറ്റാണ്ടിലെ കൈയെഴുത്ത് പ്രതി കിട്ടിയിരുന്നു തുകൽ എഴുതുന്നത് മൃഗങ്ങളുടെ തോലിൽ. ഞാൻ മൃഗങ്ങളുടെ തോലിലാണ് ഇത് എഴുതുന്നപ്പോൾ എൻ്റെ മോൻ ഓർത്തു ജീവനുള്ള മൃഗത്തിൻ്റെ തോലിൽ എഴുതി അങ്ങ് വിടുകയാണ്. അമ്മ പറഞ്ഞത് എളുപ്പമാണല്ലോ. എന്തുവാ ഈ ആടിനെല്ലാം കെട്ടിയിട്ട് മത്തായുടെ സുവിശേഷം ഇവിടെ വരാൻ പറയുമ്പോൾ ഒരാടിഞ്ഞു വരുന്നു. എന്താടിനെ വേണമെന്ന് മർക്കോസിൻ്റെ സുവിശേഷം ഇവിടെ വാന്ന് പറയുമ്പോൾ മർക്കോസ് വരുന്നു. നമ്മളത് വായിച്ചേച്ച് അതിനെ അങ്ങ് വിടുന്നു. അത് തീറ്റി തിന്നാൻ പോകുന്നു. അങ്ങനെ പുള്ളി ധരിച്ച് മൃഗങ്ങളുടെ തോല് സംസ്കരിച്ചെടുത്ത് നമ്മൾ ഡ്രമ്മിന് മാടുന്ന പോലെ അതിലെഴുതുന്ന പാപ്പിറസൊക്കെ ഉണ്ട്. ഇതിൻ്റെ ഈ ഷീറ്റ് ഉണ്ടാക്കുന്നത് തന്നെ ആചാരാധിഷ്ഠിതമായിട്ട് വേണം. ഇങ്ങനെ എഴുതാനിരിക്കുമ്പോൾ 17 വ്യവസ്ഥകൾ, അതിൽ 1-2 പറയുമ്പോൾ അതിൻ്റെ കാഠിന്യം മനസ്സിലാവും. ശാസ്ത്രി മനപ്പാഠം പഠിച്ച ഭാഗം പോലും മനസ്സിൽ നിന്ന് ഓർത്തെഴുതാൻ പാടില്ല. തൊട്ടു മുമ്പിലൊരു മാസ്റ്റർ കോപ്പി വെച്ചിട്ട് അതിൽ നോക്കി വേണം എഴുതാൻ. ഉദാഹരണം, കർത്താവേ യഹോവേ നീ തലമുറ തലമുറയായി ഞങ്ങളുടെ സംഗീതമായിരിക്കുന്നു എന്നെഴുതണം. 90 സങ്കീർത്തനം. പുള്ളിക്ക് ഇതറിയാം. അങ്ങോട്ട് നോക്കിയിട്ട് എഴുതാൻ പാടില്ല. മനസ്സിലായോ? പുള്ളി ഓർമ്മയെന്ന് എഴുതരുത്, അങ്ങോട്ട് നോക്കി എഴുതണം. ഞാനിടയ്ക്കൊരു പാസ്റ്ററുടെ കല്യാണം നടത്തി. പാസ്റ്ററുടെ കല്യാണം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഭാര്യ മരിച്ചു പോയതാണ്. ലീഗലി പെർമിറ്റഡായൊരു വിവാഹമാണ്. അദ്ദേഹത്തിന് ഈ ശുശ്രൂഷയെല്ലാം നമ്മളെക്കാൾ അറിയാം. ഞാനീ കൈ പിടിച്ചങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞ് മത്തായിക്കുട്ടിയാകുന്ന ഞാൻ എന്ന് പറയും, ബാക്കി മൊത്തം പുള്ളി അങ്ങ് പറഞ്ഞു. കാരണം പുള്ളി ഇതെത്രണ്ണം നടത്തി ഇനി ക്ഷമ കിട്ടാഞ്ഞിട്ടാണോ ആകാംക്ഷ കൊണ്ടാണോ പിന്നെ ഇതെന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. പിന്നെ അന്നേരം ഒരു പരിജ്ഞാനമൊക്കെ കിട്ടിയതുകൊണ്ട് ഒരു വിധത്തിൽ അത് കൈകാര്യം ചെയ്തു. എന്ന് പറഞ്ഞാലും ഓർമ്മയെന്ന് ചെയ്യാൻ പാടില്ല. ഈ കാര്യം ഓർമ്മയെന്ന് ചെയ്യാൻ പാടില്ല. എന്തിന് ഇത്രയും പറയുന്നു? പണ്ടിതുപോലെ നല്ല വിശ്വാസത്തിൽ നിന്നൊരു മനുഷ്യൻ ഭൂതം പിടിച്ചപ്പോൾ ഇതിനെ ഇങ്ങനെ സത്യം ചെയ്യിച്ച് വിടുന്ന പരിപാടി വന്നപ്പോഴേക്ക് ഇതിനറിയാം ഈ സത്യം ചെയ്തു പോകാൻ. പാഷ തുടക്കം കിട്ടപ്പോഴേ ബാക്കി എല്ലാം പറഞ്ഞ് ചതങ്ങ് പോയി. കാരണം ശീലം കൊണ്ട് ഇത് പഠിച്ചു. ഇത് പറ്റില്ല ട്രാൻസ്ലേഷനില്ല, കോപ്പി എടുക്കുകയാണ്. മാസ്റ്റർ കോപ്പിയിലേക്ക് നോക്കി അതുവഴി തന്നെ എഴുതണം. അനാവശ്യമായി പോലും ഒരു കുത്തും കോമയും വരാൻ പാടില്ല. ഇനിയൊരു കാര്യമുണ്ട്. ഈ എഴുതും വഴിക്ക് ഒരു ലൈനിൽ നേരെ 13 അക്ഷരങ്ങളും ഇങ്ങോട്ടാണ് എഴുതുന്നത്. പഴയ നിയമം 13 അക്ഷരത്തിൽ കൂടുതൽ വരരുത്. ഈ വഴിക്ക് താഴേക്ക് പോയാൽ ഇങ്ങനെ 30 അക്ഷരങ്ങൾ താഴേക്ക് 60 അക്ഷരങ്ങളിൽ കൂടുതൽ വരരുത്. ഇങ്ങനെ താഴെയാകാം. രണ്ട് ഹൊറിസോണ്ടലായി 30 അക്ഷരങ്ങൾ, താഴേക്ക് 60 അക്ഷരങ്ങളിൽ കൂടുതൽ ഒരു പേജിൽ വരരുത്. അടുത്തത് 2 അക്ഷരങ്ങൾ തമ്മിലൊരു തലനാരിഴയുടെയെങ്കിലും അകലം വേണം, മുട്ടിക്കിടക്കരുത്. കണ്ണിക തിരിക്കുമ്പോഴ 13 അക്ഷരങ്ങളുടെ അകലം കണ്ണികകൾ തമ്മിൽ ഉണ്ടായിരിക്കണം. ഇനി പ്രത്യേകം ആചാരപുരസരം തയ്യാറാക്കിയ കറുത്ത മഷിയിലെ എഴുതാവൂ. ദൈവത്തിൻ്റെ പേരെഴുതുമ്പോൾ വെർജിൻ പെന്നുകൊണ്ട് എഴുതരുത്. പുതിയ പേന എടുക്കരുത്. വളരെ പൗരാണികമായ പേന കൊണ്ട് അത് എഴുതാൻ തന്നെ പേന മാറ്റിവെച്ചിരിക്കണം. അതുകൊണ്ട് അതേ എഴുതാവൂ. എലോഹീം, യാഹ്വേ, അദോനായ്, ഈ പദങ്ങൾ എഴുതാൻ പ്രത്യേകം എഴുത്തുകോല് വേണം. ഇനിയാണ് പ്രധാനപ്പെട്ടൊരു കാര്യം. എഴുതും വഴിക്ക് എഴുത്ത് സ്ഥലം രാജാവ് സന്ദർശിക്കുന്നു എന്ന് വെക്കുക. ബഹളം കേൾക്കുന്നു, രാജകോലാഹലം കേൾക്കുന്നു. ആ സമയത്ത് തലയുയർത്തി നോക്കാനോ ഈ ശബ്ദം ശ്രദ്ധിക്കാനോ പാടില്ല. ഇവിടെ ഇരിക്കണം. മനസ്സിലായില്ലേ? നമ്മളാ
ഒരു ശവടക്കോ പരിപാടി വരുമ്പോൾ മന്ത്രിക്ക് മുന്തിരി മേടിക്കുന്നവൻ വന്നാൽ ആദ്യം എഴുന്നേറ്റ് അവിടെ നിന്ന് മാറും. എന്തിനാന്നൊരു പിടിയില്ല. മനസ്സിലായില്ലേ? മിക്ക കക്ഷികളും ഇവർ ഈ ശവസംസ്കാരത്തിനൊക്കെ വന്നൊരു ഷോ ഉണ്ട്. ആ പരിപാടി നമ്മളുടെ ആ പീക്ക് അവറിലാണ് ഇവർ കയറി വരുന്നത്. മനസ്സിലായോ? ഞാനത് മൈൻഡ് ചെയ്യല. സാർ അവിടെ ഇരുന്നോണം, കണ്ടോണം, പോക്കോണം. എനിക്ക് 24 മണിക്കൂർ, നിങ്ങൾക്ക് 24 മണിക്കൂർ എല്ലാവർക്കും ഉള്ളൂ. അല്ലേ ഇന്നലെ വരണമായിരുന്നു. ദൈവദാസന്മാർ ശുശ്രൂഷിക്കാൻ നിന്നാൽ കളക്ടർ വന്നാലും എണ്ണീക്കരുത്. പിന്നെ അവിടെ നിന്ന് മാറില്ല, അത് തീർക്കണം. സന്തോഷമില്ലേ നിങ്ങൾക്ക്? അങ്ങനെയാണ്. പഠിക്കണമല്ലോ. ഇവിടെ വന്ന് ഈ അഹങ്കാരം നടക്കുമെന്നുള്ള ബോധം മാറണമല്ലോ. 2-3 ക്ലാസ് ആകുമ്പോൾ അങ്ങ് നടക്കും. ഇതേ ഈ പരിഭാഷക്കിടയ്ക്ക് മഹാരാജാവ് വന്നാൽ അഭിവാദ്യം പറയുകയോ അദ്ദേഹം അഭിവാദ്യം ചെയ്താൽ പ്രത്യാഭിവാദ്യം പറയുകയോ ചെയ്യരുത്. കാരണം രാജാതിരാജാവിൻ്റെ ശുശ്രൂഷ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന്. വ്യക്തത വന്നോ? ഇങ്ങനെയായി പുസ്തകം. ഇതിലേതെങ്കിലും ഒന്ന് തെറ്റിപ്പോയാൽ തനിക്ക് തെറ്റി എന്ന് ക്ഷമാപുരസരം ഉയരത്തിലേക്ക് നോക്കി പറയണം. എന്നിട്ട് ഈ പേപ്പർ മാറ്റി വെക്കണം. ഇതെടുത്തുകൊണ്ട് പോകാൻ ആളുണ്ട്. അവർ സിനഗോഗിൻ്റെ പിന്നിൽ ഗനീസ എന്നറിയപ്പെടുന്ന ഒരൽമാരക്കുള്ളിൽ നിക്ഷേപിക്കണം. അൽമാര നിറഞ്ഞു കഴിയുമ്പോൾ ആചാരപുരസരം ഇവ പുറത്തു കൊണ്ടുവന്ന് ശവം സംസ്കരിക്കും പോലെ കുഴിയെടുത്ത് അടക്കുകയോ കത്തിച്ച് ചാമ്പലാക്കുകയോ ചെയ്യണം. ഇങ്ങനെ ചെയ്യുന്ന സംഗതി അത്. അപ്പം ഇങ്ങനെ നിരന്തരം വായിച്ച് ശാസ്ത്രിമാർക്ക് നല്ല പിടിയ. ഏത് വാക്യം എവിടെ, ഏത് വാക്യം എങ്ങനെ, എപ്പോഴാ വാക്യം എങ്ങനെ എഴുതണം, അക്ഷരങ്ങൾക്ക് ചെരുവ് പാടില്ല, മറിവ് പാടില്ല. ഇങ്ങനെ പഠിച്ചു വച്ചിരിക്കുന്ന ശാസ്ത്രിമാർ ക്രിസ്തു എവിടെ ജനിക്കും ഇത്യാദി ചോദ്യങ്ങളുമായി എന്നും സംവാദത്തിലേർപ്പെട്ടുകൊണ്ടിരിക്കുക. അവർ ക്രിസ്തുവിൻ്റെ ലക്ഷണങ്ങളെപ്പറ്റി, ക്രിസ്തുവിനെപ്പറ്റി 100 സംഭവങ്ങൾ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരിക്കലും ഈ പുസ്തകം വായിക്കാൻ കേട്ടറിവ് മാത്രമുള്ള പ്രാപ്തി കിട്ടാത്ത ഒരു പാവപ്പെട്ടവൻ അനുജനെ വിളിച്ചിട്ട് പറയാ, മോനെ, ന്യായപ്രമാണവും പ്രവാചകന്മാരും പറയുന്നവനെ ഞാൻ കണ്ടെത്തി. ഹൃദയം നിറഞ്ഞ ഈ വാക്കിന് മുമ്പിൽ അനിയൻ അമ്പരന്ന് ഓടി വന്നു. എന്തായി പറയുന്നത്? ന്യായപ്രമാണവും പ്രവാചകന്മാരും പറയുന്നവരെ കണ്ടെത്താൻ ഈ മനുഷ്യന് കഴിഞ്ഞതെങ്ങനാ? ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. ആ ഹൃദയശുദ്ധിയോടെ ആരും രാത്രി ദൈവശബ്ദം കേൾക്കാൻ കാത്തിരിക്കുന്നു. ഒരു കാര്യം ഉറപ്പ്, അവർ ദൈവത്തെ കാണും. ഈ ശബ്ദത്തിലൂടെ ദൈവത്തെ കാണും. ആ ദൈവ സാന്നിധ്യം തിരിച്ചറിയും. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ. ന്യായപ്രമാണ പണ്ഡിതന് കഴിയാത്തത് ഈ പാവം മനുഷ്യന് കഴിഞ്ഞു. യേശുവാകട്ടെ ഈ 3 പേരെ തിരഞ്ഞെടുത്തപ്പോൾ ആ ഗ്രൂപ്പിലെടുത്തുമില്ല. നമ്മളാണെ അന്ന് തന്നെ പോയിട്ട് ഗിൽഗാൽ എന്ന് പറഞ്ഞ് വേറൊരു പ്രസ്ഥാനം തുടങ്ങും. എൻ്റെ നിന്ന മാറ്റി എന്ന് പറഞ്ഞു. ആദ്യം വന്ന ഞാനാന്നൊരു ഇതുണ്ടല്ലോ, അതുകൊണ്ട് എന്നെ എടുക്കണമല്ലോ, അതാണല്ലോ എൻ്റെ റൈറ്റ്. പക്ഷെ എത്ര പേരെ എടുത്താലും അന്ത്രോസിനകത്ത് കോംപ്ലക്സ് ഒന്നും ഇല്ലെന്നേ. അതെന്താ ഇല്ലാത്തേ? അന്ത്രോസ് പ്രസംഗിക്കുന്ന യേശുവിൻ്റെ മഹത്വം അദ്ദേഹത്തിന് അറിയാം. ഹല്ലേലൂയ. ചില കാര്യത്തിൽ തന്നെക്കാൾ കൊള്ളാവുന്നത് പത്രോസാണെന്നറിയാം. പത്രോസ് വളരുന്നതിൽ അസൂയയില്ലാത്ത ഹൃദയവിശാലതയുടെ അന്ത്രയോസ്. ഒരുപറ്റ ആളുകൾ ശമര്യക്കാരൊരിക്കൽ യേശുവിനെ കേൾക്കാൻ വന്നു. എന്താ നിങ്ങൾക്ക് വേണ്ടത്? യേശുവിനെ കേൾക്കണം, വാ. അവരെ അടുത്ത് വിളിച്ചിരുത്തി. പത്രോസിനെ വിളിച്ചിട്ട് പറയുക, നീ പ്രസംഗിക്കാൻ. എന്തേ ഉത്തരവാദിത്വം സ്വയം ഏറ്റെടുത്തില്ല? അവനൊരു കാര്യം പഠിച്ചു യോഹന്നാനിൽ നിന്ന്. യേശുവിനെ നോക്കി യോഹന്നാൻ പറഞ്ഞു, അങ്ങ് വളരേണം, ഞാനോ കുറയണം. കുറയാൻ കിട്ടുന്ന അവസരങ്ങൾ ഒട്ടും കളയാതെ യേശുവിനെ മഹത്വപ്പെടുത്തുന്ന ഒരു വലിയ മനുഷ്യൻ അന്ത്രയോസിൽ നമുക്ക് കാണാം. 5 അപ്പവും 2 മീനും കൊണ്ട് ഒരു ബാലനെ കൊണ്ട് യേശുവിന്റെ മുമ്പിൽ നിർത്തിയിട്ട് അന്ത്രയോസ് പറയുക, ഇവന്റെ പക്കലുണ്ട് ഗുരോ, അവനെ ഉപയോഗിക്കുക. ആത്മാക്കളെ യേശുവിൻ്റെ അരികിലേക്ക് കൊണ്ടുവന്ന് വേണ്ടപ്പെട്ടവരെ കൊണ്ട് യേശുവിൻ്റെ പാദാന്തിയെ കൊടുത്തിട്ട് ഉപയോഗിക്കാൻ പറയുന്ന അന്ത്രയോസ് എന്ന മനുഷ്യൻ വലിയ ദാർശനികനായിരുന്നു, വലിയ കാഴ്ചപ്പാടിൻ്റെ ഉടമ.